ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. കുട്ടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് നാരങ്ങാനീരും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ചേർത്തിരിക്കുന്നത്. ചിക്കൻ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലായിടത്തും ആവുന്നത് വരെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര ടൈം കൂടുതൽ വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ 15 മിനിറ്റാണ് വെച്ചിട്ടുള്ളൂ. നമുക്കിനി മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി 2 മുട്ട, 1 അല്ലി വെളുത്തുള്ളി, 2 പിഞ്ച് ഉപ്പ്, 2 പിഞ്ച് പഞ്ചസാര, ഇത്രയും കൂടി ചേർത്തിട്ട് ആദ്യം നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു. എന്നിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ ഈ മയോണൈസ് ഒന്ന് നന്നായി കട്ടയാവുന്നത് വരെ നമ്മൾ കുറേശ്ശെ ഓയിൽ ഒഴിച്ചിട്ട് ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള മയോണൈസ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ടൊമാറ്റോ സോസിൻ്റെയും റെഡ് ചില്ലി സോസിൻ്റെയും ഒക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനെ 2-3 മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കുക. അത് ഇളക്കിയെടുത്ത് വരുന്ന സമയത്ത് അതിന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ആ സമയത്ത് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അത് അടി പിടിച്ചിട്ട് പോവും. ഇപ്പോൾ ഏകദേശം അതിൽ നിന്നുള്ള വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യൂബായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവോള, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളിയുടെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് മുറിച്ചിട്ടിടുന്നത്. ഇതൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായി ഇളക്കിയെടുക്കുക. അത് വാടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് ഒറിഗാനോ ഇടാം. പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലായിടത്തും നന്നായി ആവുന്നത് വരെ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു ഫ്രൈ പാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ബട്ടറോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 4 സ്ലൈസ് ബ്രെഡാണ് വെക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ആ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ, അത് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അതും അതെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പുരട്ടാം. ഞാനിപ്പോൾ കുറേശ്ശേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ചീസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ ചീസ് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പിസ്സ ചീസും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇടുന്നത് നോർമൽ ചീസാണ്. അത് അത്യാവശ്യം അതിലിട്ടതിന് ശേഷം അതിൻ്റെ മീതെ പിസ്സ ചീസ് ഗ്രേറ്റ് ചെയ്തും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലെയറും കൂടിയും ബ്രെഡ് ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ചും കൂടി മയോണൈസ് പുരട്ടിയിട്ട് പിന്നെയും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള നോർമൽ ചീസും പിസ്സ ചീസും കൂടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ലെയറും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഞാനിപ്പോൾ ആകെ 1 ലെയറാണ് വെച്ചിട്ടുള്ളൂ. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിരുന്നല്ലോ. എന്നിട്ട് അതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഈ ബ്രെഡും ഫില്ലിങ്ങും ഒക്കെ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ചീസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ പാൻ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ ചീസൊക്കെ മെൽട്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഏകദേശം ചീസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.